നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും, പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. അത് എന്ന് വരുമെന്നുള്ള ബേജാറിലാണ്. മഹദി വരണമെങ്കിൽ നിന്റെ അധികാര തമ്പുരാക്കന്മാർ തകരണം, അല്ലാതെ മഹദി വരില്ല. എല്ലാവർക്കും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് മഹദി വരണം, നടക്കൂല. കോഴിമുട്ടയുടെ തോട് പൊട്ടാതെ കുട്ടിയെ കിട്ടണം എന്ന് പറയും പോലെ ആയിരിക്കും എന്ത് ഈ അധികാര ബിംബങ്ങളൊക്കെ നിലനിർത്തി തന്നെ മഹദി വരണം. നമ്മൾക്ക് മഹത്തായ സൗദി സർക്കാർ നിലനിന്നുകൊണ്ട് മഹദി വരണം, നടക്കൂല. ലാ യഖ്റുജുൽ മഹ്ദിയു ഹത്താ യസൂല മുൽകുൽ അറബ് എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അറബ് രാജാക്കന്മാരുടെ രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ ഒരിക്കലും മഹദി പുറത്തു വരികയില്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. കോഴിക്കുട്ടിയെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് കോഴിമുട്ട പൊട്ടണം. കോഴിമുട്ട പൊട്ടാതെ കോഴിക്കുട്ടിയെ കിട്ടാനുള്ള വഴി PC സർക്കാരിനെ പോലത്തെ മജീഷ്യന്മാർക്ക് അറിയായിരിക്കും, എനിക്കറിയില്ല. മനസ്സിലായില്ല? അറബ് രാജാധികാരങ്ങൾ തകർന്ന തരിപ്പണമാകാതെ മഹദി പുറത്തു വരികയില്ല. അത് തകരുകയും ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇറാൻ തകർക്കപ്പെടുന്നല്ല, ഒരിക്കലുമല്ല. ഇറാൻ തകരും, പക്ഷേ ഇറാൻ തകർന്നാൽ ബാക്കിയുള്ളതൊക്കെ തകരും. അറബ് രാജാവ് ഈ ഇപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത് നിലനിൽക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോളി. നിലനിന്നാൽ അറബ് ലോകം മുഴുവനും തകരാതെ ഈ പ്രശ്നം അവസാനിക്കൂല. അറബ് ലോകം മുഴുവനും തകരും. അരക്ഷിതാവസ്ഥ അറബ് ലോകത്ത് പ്രത്യക്ഷപ്പെടും. ആ അരക്ഷിതാവസ്ഥയിലെ മഹദി വരും. അത് എത്ര വർഷം കൊണ്ട് നടക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഇത്ര കൊല്ലം കൊണ്ട് നടക്കണം എന്ന ആവശ്യവും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം കൊണ്ട് മഹദി വരണമെന്ന് എനിക്കില്ല. ഇപ്പോൾ മഹദി വരരുതേന്ന് എനിക്ക് വരൂല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കലും അടുത്തൊന്നും മഹദി വരൂല. മഹദി വരണമെങ്കിൽ അറബ് ഇംപീരിയലിസം തകരണം, അല്ല വരൂല. എന്നിട്ട് രക്ഷകനില്ലാതെ അറബ് ലോകം ഉഴലണം. ഒരു നേരത്തെ അന്നത്തിന് അറബ് ലോകം കെഞ്ചണം. അത് അടുത്തൊന്നും സംഭവിക്കൂല, അല്ലാതെ മഹദി വരില്ല. ഒരു നേരത്തെ അന്നം അങ്ങനെയാണ്. കോടാനക്കോടി സ്വർണ്ണഖനികൾ സ്വന്തമാക്കുന്നതിനേക്കാൾ ഒരു അറബിക്ക് ആഗ്രഹം ഒരു റൊട്ടി കഷ്ണം കിട്ടലായിരിക്കും. അപ്പോഴേ മഹദി വരും. ഒരു സൗദിക്ക്, ഒരു UAE-കാരന്, ഒരു അറബിക്ക് ഒരു കഷ്ണം റൊട്ടിയായിരിക്കും എന്ത് സ്വർണ്ണമലകൾ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം. അങ്ങനത്തെ ഒരു കാലത്ത് മഹദി വരും. അത്രയും എക്കണോമിക്കലി ഒരു രാജാവാകാൻ ഒരാൾ കിട്ടൂല. അപ്പോഴാണ് വലിച്ചു കൊണ്ടുവരാ ജനം ഒരാളെ, അയാളാണ് മഹദി. ഇന്നിപ്പോൾ ആളുകൾ അടികൂടിയ രാജാവാകാൻ കൊതിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന ഒരുപാട് അറബ് നേതാക്കന്മാർ എനിക്കറിയാം. അവർ രാജാവാകാൻ കൊതിച്ചു എന്നതുകൊണ്ട് അവർ അധികാര കസേര കൊതിച്ചപ്പോൾ അവർ അതിൻ്റെ പേരിൽ തന്നെ അവർ ഇരുമ്പൊഴിക്കളിൽ ഉള്ളിലായി. ഇനിയൊരു കാലം വരും, ആ കാലത്ത് രാജാവാകാൻ ഒരാൾ കിട്ടൂല അറബ് ലോകത്ത്. അപ്പോൾ ഒരാളെ വലിച്ചിട്ട് കൊണ്ടുവരും ജനം. അയാളാകട്ടെ പോകുക കാര്യം നിർബന്ധിതൻ, നിങ്ങൾ രാജാവാകണമെന്ന് പറയും. ഒരിക്കലല്ല എന്ന് പറയും, നിർബന്ധിക്കും. അങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് അയാളുടെ കയ്യിലേക്ക് ജനങ്ങൾ വീഴും. അയാളാണ് മഹദി. അതൊക്കെ സത്യമാണ്. അതെങ്ങനെ പോരുക? നിങ്ങളുടെ കണക്ക് എന്ത് കണക്കങ്ങളീ പറയുന്നത്? അപ്പൊ ഇവിടെ എന്താ ഞാൻ പറയും, ഇതൊക്കെ ഇവിടെ പറയാനുള്ള കാരണം എന്താ പറയുക? പാണ്ഡിത്യം, അറിവ് ഇല്ലെന്നാണ്. ആ അറിവിൽ നിന്നാണ് ഈ കവിതകൾ വരുന്നത്. ഇത് മാറൂല. അറിവ് എന്നാൽ ധാരണയല്ല. നമ്മൾ ഇന്ന് ധാരണകളെ അറിവാണെന്ന് പറയാണ്. ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം ഒരിക്കലും അറിവല്ല. എന്തുകൊണ്ട്? അത് സാഹചര്യത്തിനനുസരിച്ചും കണ്ടെത്തലിനനുസരിച്ചും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടത് ധാരണകളാണ്. ഭൗതിക ശാസ്ത്രം ധാരണകളാണ്. അറിവ് എന്നാൽ പറഞ്ഞോളി, കേട്ടോളി, അറിവിന്റെ അർത്ഥം ഞാൻ പറഞ്ഞ ഡെഫിനിഷൻ. അറിവ് എന്നാൽ ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാത്ത ശരിയായ കൃത്യമായ ഉറപ്പായ വിശ്വാസത്തിനാണ് അറിവ് എന്ന് പറയും. ഒന്നും രണ്ടാണ്, അത് അറിവാണ്. മാറൂല, ഒരിക്കലും മാറൂല. അത് യഖീനാണ്, യഖീനിയാത്തിൽപ്പെട്ടതാണ്. എന്ത്? 1 1 2 2 2 4 4 4 8 8 8 16. ഇത് അറിവാണ്. മറ്റൊക്കെ മാറാം. വളരെ കൃത്യമാണ്. അതിൽ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പുസ്തകം കുറക്കാവുന്ന സാധനം മാത്സ് ആണ്. പക്ഷെ ഇന്നിപ്പോൾ മാത്സിനെ കൂട്ടി വേറുള്ളതൊക്കെ മാത്സിലേക്ക് തിരികെ കയറ്റി. മാത്സിലേക്ക് പലതിനെ തിരികെ കയറ്റിയിട്ട് മാത്സിന്റെ ശുദ്ധത നഷ്ടപ്പെടുത്തി. മാത്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അതിന് ഏറ്റവും കുറഞ്ഞ പുസ്തകവും മതി.
ഏറ്റവും കുറഞ്ഞ പുസ്തകം മതി മാത്സിന്. കാരണം എന്തുകൊണ്ട്? യഖീനിയാത്താണ്. യഖീനിയാത്ത് എപ്പോഴും കുറവായിരിക്കും. പിന്നെ അതിലേക്ക് റന്നിയാത്തിനെ കടത്തി കൂട്ടി കിട്ടും. പക്ഷെ അടിസ്ഥാനം മാത്സ് എന്ന് പറഞ്ഞാൽ സത്യമാണ്, ഒരിക്കലും മാറില്ല. അത് ഇൽമുമാണ്. ഒന്നും രണ്ടാണ്, അത് ഇൽമാണ്, അറിവാണ്. അതേസമയത്ത് സർ ഐസക് ന്യൂട്ടൻ പറഞ്ഞിരുന്നത് എത്ര വട്ടം നമ്മൾ ശാസ്ത്രം മാറ്റി മാറ്റി പറഞ്ഞു. അതിനെ അറിവാണെന്ന് മനസ്സിലാക്കിയ ശാസ്ത്രകാരനെ വെച്ചിട്ടുള്ളൂ, ന്യൂട്ടന് പോലും വെച്ചിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇതാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഇമാം ശാഫിഈ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ പറയുന്ന തീരുമാനത്തിനെതിരെ നിങ്ങൾക്ക് ഹദീസ്, ശരിയായ ഹദീസുകൾ വേറെ കിട്ടിയാൽ അവിടെ ആയിരിക്കും എൻ്റെ മദ്ഹബ് ഉണ്ടാവുക, ഞാൻ മരിച്ചു പോയാലും. കാരണം ഞാൻ ആരാണ്? ഞാൻ മനുഷ്യനാണ്. ഇങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട, അത് കൃത്യമാണ്. ചില ആളുകളെ അർത്ഥം വെച്ചു ഇനി അതിനേക്കാൾ വലിയ ഹദീസ് കിട്ടാനില്ല എന്നാണ് ഇമാം ഷാഫി പറഞ്ഞതിന് അർത്ഥം. അങ്ങനെ നിങ്ങൾ പറയണ്ട. അറിവ് മുഴുവനും കൂടി ഷാഫിക്ക് കിട്ടിയെന്ന വാദം ശരിയല്ല. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് നാം മനസ്സിലാക്കിയെടുത്തോളം ഇമാം ഷാഫിക്ക് കിട്ടി. ഓക്കെ, ഇനി അതിൻ്റെ അപ്പുറത്തും ഒരു അറിവ് വന്നേക്കാം. നമ്മൾ എപ്പോഴും എന്തിനും വലിയ അതിശയോക്തി കലർത്തും. അതാണ് നമ്മളെല്ലാ കാര്യത്തിലുള്ളത്. ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ. ആര് പറഞ്ഞതിലും ശരിയായതും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാകും. ഇല്ല ഖൗലു സ്വാഹിബി ഹാദിൽ ഖബർ. ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ, അങ്ങനെ രണ്ട് കാര്യമില്ല. ഇത് ഇമാം മാലിക്കിന്റെ വാക്ക. മനസ്സിലായില്ല എന്താ പറഞ്ഞത്? ഫീകുല്ലി ഖൗലിൻ മഖ്ബൂലുൻ വ മർദൂദുൻ. ആര് പറഞ്ഞാലും സ്വീകരിക്കപ്പെടേണ്ടതും തള്ളപ്പെടേണ്ടതും ഉണ്ടാവും. ഇല്ല ഖൗലു സ്വാഹിബി ഹാദിൽ ഖബരി. ഈ ഖബറിൽ കിടക്കുന്ന ആളുടെ വാക്കിൽ മാത്രം അങ്ങനെയില്ല. സ്വീകരിക്കപ്പെടേണ്ടതേ ഉള്ളൂ, തള്ളപ്പെടേണ്ടത് ഇല്ല. എവിടെ വെച്ചത് പറഞ്ഞത്? ഇൻദ ഖബരി ശരീഫിൽ മുസ്തഫ. പുണ്യ റസൂലുള്ളാഹിയുടെ ഖബർ ഷരീഫിന്റെ തൊട്ടടുത്ത് വെച്ച് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്.